അന്യോങ് ആർമീസ്. അപ്പൊ ഇന്നലെ തേയോങ് ഒരു വ്യൂവേഴ്സ് ലൈവ് വന്നിരുന്നു. ഒന്നെന്ന് പറയാൻ പറ്റില്ല, 2 വ്യൂവേഴ്സ് ലൈവ് എന്ന് പറയേണ്ടി വരും. കാരണം 2 തവണയായിട്ടാണ് ഈ വ്യൂവേഴ്സ് ലൈവ് വന്നത്. അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു 22 മിനിറ്റോളം നീണ്ടു നിന്ന ലൈവ് ആയിരുന്നു ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട്. അപ്പൊ ഈ ഒരു ലൈവില് ഫസ്റ്റ് ലൈവ് തേയോങ് വന്നത് ജിമ്മിലായപ്പോഴായിരുന്നു. ജിമ്മില് ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലായിരുന്നു ആ ഒരു ലൈവ് വന്നിരുന്നത്. ഇനി ആ ഒരു ലൈവിൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആളെ വർക്കൗട്ട് മാത്രമാണ് നമുക്ക് കാണുന്നത്. ആള് ഒരു ട്രെഡ്മില്ലിൽ ഓടുന്ന ആ ഒരു ഇത് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ആരോടോ വർക്കൗട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫുൾ ഓട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആള് റൂമിൽ വന്നിട്ടുള്ള ലൈവിലാണ് കുറച്ച് സംസാരിക്കണത്. അങ്ങനെ ആ റൂമിൽ വന്നിട്ട് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണം, ഞാൻ എക്സസൈസ് ചെയ്തിട്ട് വരികയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ 2-3 കമന്റ്സ് വായിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു കമന്റിൽ ഒരു ആർമി അവിടെ കൊറിയയിൽ 3 AM ആണെന്ന് പറയുമ്പോൾ ഇപ്പൊ മദ്രിദിലാണുള്ളത്, അവിടെ 8 AM ആണ്. ഞാൻ അതുകൊണ്ടാണ്, അതായത് രാവിലെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ എനിക്ക് കുളിക്കണം, കൂടെ എക്സസൈസും കൂടെ ചെയ്തുകൊണ്ട് എന്തായാലും കുളിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കമന്റിന് ഡെസേർട്ട് ഉണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കണുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പിയാനോന്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, അത് കണ്ടു എന്നുള്ള കമന്റ് ആ സംഭവം വായിക്കുമ്പോൾ ആ ഒരു റൂമിൽ ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു പിയാനോന്റെ അടുത്ത് ഇരുന്നിട്ട് അത് വായിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോ പിയാനോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരോടും പോയി ഉറങ്ങാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മദ്യത്തിൽ നല്ല ചൂടാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആർമീസിനോട് ഞാൻ വീണ്ടും വരെ എനിക്ക് കുളിക്കാൻ പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർമീസ് പോവണ്ട എന്നുള്ള കമന്റ് ഒക്കെ ഇടുന്നത് കണ്ടിട്ടാണ് ആൾ അതൊന്നും പറ്റൂല, എല്ലാരും പോയി ഉറങ്ങിക്കോ, പ്രത്യേകിച്ച് കൊറിയയിൽ 3 മണിയൊക്കെ അല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ എല്ലാരും പോയി ഇറങ്ങിക്കോ, ഞാൻ പോയിട്ട് കുളിക്കട്ടെ, ഇവിടെ 8 മണിയായി. പിന്നെ അതേപോലെ തന്നെ 3 മണിക്ക് പോയി ഉറങ്ങാൻ പറയുമ്പോഴും പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ 5 മണിക്ക് ആവും ഉറങ്ങാൻ, എന്നാലും നിങ്ങളൊക്കെ പോയി ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അന്ന് നടക്കാൻ പോണ വേൾഡ് കപ്പ് മാച്ച്, അതായത് കൊറിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണല്ലോ, ആ ഒരു മാച്ച് കാണുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് കാണുന്ന ആർമീസ് ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ എന്നിട്ട് സൗത്ത് ആഫ്രിക്കൻ ആർമീസിനോട് സോറി പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ തന്നെ ആയിരിക്കും ജയിക്കുക എന്നുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വേൾഡ് കപ്പിൽ കൊറിയ ആയിരിക്കും ജയിക്കുക എന്നുള്ള ചുമ്മാ ആളങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തനിക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ലൈവ് എൻഡ് ആക്കിയിട്ട് പോവാണ് കേട്ടോ ചെയ്തത്.